ഹലോ എവ്രിവൺ, നമസ്കാരം. സൗമ്യ സോർട്ട് ഓഫ് കുക്കിങ്ങിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചിക്കൻ തോരൻ റെസിപ്പിയാണ്. അതായത് ഒരു ഫ്യൂഷൻ റെസിപ്പിയാണ് കേട്ടോ. കണ്ണൂർ സ്പെഷ്യൽ റെസിപ്പിയാണ് ഇത്. ട്രിവാൻഡ്രത്ത് ആര്യനാട് എന്ന് പറയുന്ന സ്ഥലത്ത് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള റെസിപ്പിയും കൂടെ. അപ്പോൾ ഞാനതൊരു ഫ്യൂഷൻ രീതിയിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്, രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട്. ഓക്കെ, അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അതിനുവേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞുതരാം. ചിക്കൻ 1/2 കിലോ ചെറിയ പീസസ് ആയിട്ട് മുറിച്ച് വാങ്ങിക്കണം. നമുക്ക് ബോണുള്ള ചിക്കൻ ആണെങ്കിലും കുഴപ്പമില്ല, ഇല്ലാത്താണെങ്കിലും കുഴപ്പമില്ല. പക്ഷേ ബോണുള്ള ചിക്കനാണ് കുറച്ചും കൂടി ടേസ്റ്റ്. നമ്മൾ എന്തായാലും നന്നായിട്ട് വേവിക്കുന്നുണ്ട് ഇത്. അപ്പോൾ ബോൺ ഉണ്ടെങ്കിലും അത് ടെൻഡർ ആയിക്കോളും, അതായത് കുറച്ച് സോഫ്റ്റ് ആയിക്കോളും കേട്ടോ. തേങ്ങാക്കൊത്ത് കുറച്ച് ഞാനെടുത്തത് ഒരു ചെറിയ തേങ്ങയുടെ പകുതിയാണ് കേട്ടോ. തേങ്ങ ചിരകിയത് 1/2 മുറി. ഒരു ഏകദേശം അത്യാവശ്യം വലുപ്പമുള്ള തേങ്ങയാണ് ചിരവിയെടുത്തിട്ടുണ്ടായിരുന്നത്. മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ. ഇതിൽ 1/4 ടീസ്പൂൺ ചിക്കൻ വേവിക്കാനും അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ നമ്മൾ തോരൻ ഉണ്ടാക്കുമ്പോഴാണ് ഈ മഞ്ഞൾപ്പൊടി യൂസ് ചെയ്യുന്നത് കേട്ടോ, ഈ 1/2 സ്പൂണ്. മുളക് പൊടി 1 ടീസ്പൂൺ. ഞാനിവിടെ എടുത്തിരിക്കുന്നത് കാശ്മീരി ചില്ലിയാണ്. പിന്നെ മുളക് നിങ്ങളുടെ ആവശ്യമനുസരിച്ച് ചേർക്കുക, കാരണം നമ്മൾ പെപ്പർ പൗഡറും ഇതിൽ ചേർക്കുന്നുണ്ട് കേട്ടോ. മല്ലിപ്പൊടി 1/2 ടീസ്പൂൺ. മല്ലിപ്പൊടി ശരിക്കും ഓപ്ഷണൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്, വേണമെങ്കിൽ ചേർത്താൽ മതി. ആ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർ ചേർക്കണ്ട. 1/2 ടീസ്പൂൺ ഗരം മസാല പൊടി. ഞാനത് വീട്ടിൽ പൊടിച്ച ഗരം മസാലയാണ്. നമ്മുടെ സാധാരണ പട്ട, ഗ്രാമ്പു, ഏലക്കായ എല്ലാ സംഭവമില്ലേ, അതെല്ലാം കൂടി ചേർത്ത് പൊടിച്ച് വെച്ചിരിക്കുന്നതാണ്. കുരുമുളക് പൊടി ഞാനിതിൽ 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട്. പക്ഷേ നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർക്കുക. 1/2 ടീസ്പൂൺ മുതൽ 1 ടീസ്പൂൺ വരെ കുരുമുളക് പൊടി ചേർക്കാം. 3 മീഡിയം സൈസ് സവോള. ഈ സവോളയ്ക്ക് പകരം നമുക്ക് ചെറിയുള്ളി യൂസ് ചെയ്യാൻ പറ്റും. ചെറിയുള്ളി ഏകദേശം ഈ 3 സവോളയുടെ ഏകദേശം അത്രയും വരുന്ന രീതിയിൽ തന്നെ ചെറിയുള്ളി എടുക്കാം. ചെറിയുള്ളി ആക്ച്വലി നല്ല ടേസ്റ്റാണ് ചെറിയുള്ളി യൂസ് ചെയ്യുന്ന സമയത്ത്. എനിക്കിവിടെ ആ ഒരു സമയം ഇല്ലാത്തതുകൊണ്ട് മാത്രം ഞാനിപ്പോൾ സവോള എടുത്തിട്ട് ഉണ്ടാക്കുന്നതാണ് കേട്ടോ. വെളുത്തുള്ളി ചതച്ചത് 1 ടീസ്പൂൺ. എൻ്റെ അഭിപ്രായത്തിൽ വെളുത്തുള്ളി എപ്പോഴും ചതച്ചെടുക്കുന്നതാണ് ചിക്കൻ തോരന് ബെസ്റ്റ്. അപ്പോൾ ഒരു പ്രത്യേക ഫ്ലേവർ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. എനിക്ക് അങ്ങനെയാണ് ഇഷ്ടം. ചില ആൾക്കാർ വെളുത്തുള്ളി അരച്ചിട്ടും യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. ഇഞ്ചി ചതച്ചത് 1 ടീസ്പൂൺ. നമുക്ക് വേണമെങ്കിൽ ഗ്രേറ്റർ യൂസ് ചെയ്തിട്ട് നല്ല ചെറുതായിട്ട് നല്ല ഫൈനായിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്താലും മതി. വെളിച്ചെണ്ണ 3 to 4 ടേബിൾ സ്പൂൺ. നമ്മളുടെ ആവശ്യം അനുസരിച്ച് ഒഴിച്ചാൽ മതി, തോരനുണ്ടാക്കാൻ ആവശ്യത്തിന്. കടുക് 1 ടീസ്പൂൺ. ഉഴുന്നുപരിപ്പ് 1 ടീസ്പൂൺ. 1 ടീസ്പൂണോ 2 ടീസ്പൂണോ ഇട്ടോളൂ. ഉഴുന്നുപരിപ്പ് കടിക്കുമ്പോൾ നല്ലൊരു ഫ്ലേവറും ടേസ്റ്റുമാണ് കേട്ടോ. കറിവേപ്പില 4-5 തണ്ട് ഇട്ടോളൂ കേട്ടോ, അപ്പോഴാണ് ഈ തോരന് നല്ലൊരു ഫ്ലേവർ കിട്ടുന്നത്. ഉപ്പ് ആവശ്യത്തിന്, വെള്ളം ആവശ്യത്തിന്. അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസാണ് നമുക്ക് തോരൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ളത്. നമുക്കിപ്പോൾ ഈ തോരൻ്റെ പ്രിപ്പറേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. ഞാനിപ്പോൾ ഒരു കുക്കർ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ എടുത്ത് വച്ചിരിക്കുന്ന 1/2 കിലോ ചിക്കനില്ലേ, അതിനിട്ട് കൊടുക്കുക. ചിക്കനിലേക്ക് ആവശ്യത്തിനുള്ള അത്രയും ഉപ്പ് നമുക്കിതിൽ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ വെളുത്തുള്ളി ഇഞ്ചിയും കൂടി ചതച്ചത് ഏകദേശം 1 ടീസ്പൂൺ വരുന്ന രീതിയിൽ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് കണ്ടോ, ഇത്രയുമേ ഞാൻ വെള്ളം എടുത്തിട്ടുള്ളൂ കേട്ടോ. 1/4 ഗ്ലാസ് വെള്ളം, അതായത് ഒരു 4 ടേബിൾ സ്പൂണോളം വരുന്ന അത്രയും വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിനെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതിൽ വേറെ ഒന്നും ഇടണ്ട കേട്ടോ, ഇങ്ങനെ വേവിച്ചാൽ മതിയേ. ഇതൊരു 4 വിസിൽ വരട്ടെ, നമുക്ക് അതുവരെ ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പം 4 വിസിൽ ഓൾറെഡി വന്നു കഴിഞ്ഞു. ഞാൻ ഈ ഗ്യാസ് ഓഫ് ചെയ്യണം. ഇതിൻ്റെ സ്റ്റീമൊക്കെ പോയിട്ട് നന്നായിട്ടൊന്ന് ആറി വരട്ടെ. അതിനുശേഷം നമുക്ക് തോരൻ്റെ പരിപാടികൾ സ്റ്റാർട്ട് ചെയ്യാം. ഞാനിപ്പോൾ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊരു 4-5
ഇത് 4 ടേബിൾ സ്പൂൺ വരുന്ന രീതിയിൽ എണ്ണ ഒഴിച്ച് കൊടുക്കുക. ഞാനിപ്പോൾ ഉപയോഗിച്ചിരിക്കുന്നത് വെളിച്ചെണ്ണയാണ് കേട്ടോ. നമ്മളെപ്പോഴും തോരൻ ഉണ്ടാക്കുമ്പോൾ വെളിച്ചെണ്ണ യൂസ് ചെയ്യണതാണ് നല്ലത്. ഇതിലേക്ക് ഏകദേശം 1 ടീസ്പൂൺ വരുന്ന രീതിയിൽ കടുക് ഇട്ട് കൊടുക്കുക. നമ്മൾ സാധാരണ ചിക്കൻ ഉണ്ടാക്കുന്ന സമയത്ത് കടുക് ഇട്ട് കൊടുക്കില്ല അല്ലേ, പക്ഷേ ചിക്കൻ തോരൻ വെക്കുന്ന സമയത്ത് കടുക് ഇട്ട് കൊടുത്താൽ നല്ല മണം ഉണ്ടാവുള്ളൂ കേട്ടോ. ഇതിലേക്ക് ഏകദേശം ഒരു 1-1.5 ടീസ്പൂൺ വരുന്ന രീതിയിൽ ഉഴുന്നുപരിപ്പ് ഇട്ട് കൊടുക്കുക. ഫ്ലെയിം കുറച്ചിട്ട് ഇതിലേക്ക് ഒരു 2 സവോള, മീഡിയം സൈസ് സവോള മുറിച്ച് വെച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ. ഇനി ഫ്ലെയിം ലേശം ഒന്ന് കൂട്ടി കൊടുക്കുക. എന്നിട്ട് ഈ ഉള്ളിയുടെ പച്ചമണമൊന്ന് മാറിക്കഴിഞ്ഞാൽ അതിലേക്ക് ഒരു 1/2 തേങ്ങയുടെ തേങ്ങാപ്പൂളാണത്. അതായത് നമ്മൾ പായസത്തിനൊക്കെ മുറിക്കില്ലേ, അതുപോലെ ചെറുതാക്കി മുറിക്കണം, നൈസാക്കിയിട്ട് കേട്ടോ. ഇതൊരു 5 മിനിറ്റ് ഒന്ന് വഴറ്റാം നമുക്ക്. ഈ തേങ്ങാപ്പൂളും ഒക്കെ ഒന്ന് ലേശം ഒന്ന് മൂത്ത് വരട്ടെ, അതുവരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ സവോളയുടെയൊക്കെ കളർ ചേഞ്ച് ആയിട്ടുണ്ട്, ആ ഒരു പച്ചമണം മാറിയിട്ടുമുണ്ട്. നമുക്ക് ഇതിലേക്ക് ഇത് ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ച് വെച്ചിരിക്കുന്നതാണ്. നിങ്ങൾ പേസ്റ്റ് ചേർക്കുന്നതിനെക്കാട്ടിലും എപ്പോഴും നല്ലത് ഇങ്ങനെ ചതച്ച് ചേർക്കുന്നതാണ് കേട്ടോ. ഇതിൽ 2 സ്പൂൺ വരുന്ന രീതിയിൽ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ജിഞ്ചർ ഗാർലിക് പേസ്റ്റിൻ്റെ പച്ചമണം ഉണ്ട്, അതും കൂടെ ഒന്ന് പോകണം. ഇപ്പോൾ അത്യാവശ്യം സവോളയും അതുപോലെ നമ്മൾ ആ വെളുത്തുള്ളി ഇഞ്ചി ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ ചതച്ചിട്ട്, അതും അതുപോലെ തേങ്ങാക്കൊത്തൊക്കെ ഏകദേശമൊക്കെ നന്നായിട്ട് മൂത്ത് കഴിഞ്ഞു. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, അതുപോലെ 1 ടീസ്പൂൺ പെപ്പർ പൗഡർ, ഇതെല്ലാം ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കാം. നമുക്കിതിലേക്ക് ഒരു സാധനം കൂടി ചേർക്കണം. ഞാൻ ഫ്ലെയിം ഒന്ന് ചുരുക്കട്ടെ, നമ്മുടെ പൊടികളൊന്നും കരിയാൻ പാടില്ല. ഇതിലേക്ക് 1 സ്പൂൺ ഗരം മസാല പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാൻ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർക്കുകയാണ്. ഞാൻ എൻ്റെ തണ്ട് കളയണമൊന്നുമില്ല, തണ്ടിനെ അങ്ങനെ ഇട്ട് കൊടുക്കണം കേട്ടോ. ഈ തണ്ടിനും ഒരു വല്ലാത്ത ഫ്ലേവറാണ്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങ ഇട്ട് കൊടുക്കാം. ഒരു 2-3 മിനിറ്റ് വഴറ്റിയിട്ട് ഈ തേങ്ങയും ഇതൊക്കെ എല്ലാം കൂടെ ഒന്ന് യോജിക്കണം. ഞാനിത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ലോ ഫ്ലെയിമിൽ വെച്ച് ചെയ്താൽ മതി. നമ്മൾ കറിവേപ്പിലയും കൂടി ഇട്ട് കഴിയുമ്പോഴാണ് നല്ലൊരു മണം വരുന്നത്. പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മല്ലിപ്പൊടി ചേർക്കാം, ഒരു 1/4 സ്പൂൺ മല്ലിപ്പൊടി വേണമെങ്കിൽ ചേർക്കാവുന്നതാണ് കേട്ടോ. ഞാൻ പക്ഷെ ചേർക്കുന്നില്ല. ചിലരൊക്കെ മല്ലിപ്പൊടി ചേർക്കാറുണ്ട്, പിന്നെ ചിലരെ പെരിഞ്ജീരകം ചേർക്കും. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ ആഡ് ചെയ്യാവുന്നതാണ്, നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് കേട്ടോ. പെരിഞ്ജീരകം ഇടാനുള്ള ഫ്ലേവറാണ് എനിക്കിഷ്ടം, അതുകൊണ്ട് ഞാൻ ഇട്ടിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർക്കാം. അതായത് നമ്മൾ കടുകൊക്കെ ഇട്ട് പൊട്ടിച്ചില്ലേ, ആ സമയത്ത് നിങ്ങൾക്ക് 1 സ്പൂണോ 1/2 സ്പൂണോ പെരിഞ്ജീരകം ചേർക്കാം കേട്ടോ. അതുപോലെ മല്ലിയിലയുടെ ഫ്ലേവർ നന്നായിട്ട് നിൽക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സ്റ്റേജിൽ മല്ലിയില ചേർക്കാം. ഞാൻ അവസാനമാണ് മല്ലിയില ചേർക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ചിക്കനും അതിൻ്റെ സ്റ്റോക്കും ഉണ്ട് കേട്ടോ. ഞാൻ ആ വെള്ളം ഞാൻ കളഞ്ഞില്ല, ഇതിൽ ചേർക്കുകയാണ് ചെയ്തത്. ഇപ്പം കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ വെള്ളം. നിങ്ങൾ ഒരുപാട് വെള്ളം ഉണ്ടെങ്കിൽ അതിങ്ങനെ ചേർത്ത് കുളമാക്കാൻ പാടില്ല. ഇപ്പോൾ 2-3 സ്പൂൺ വെള്ളമൊക്കെ ഉള്ളെങ്കിൽ ചേർത്ത് കൊടുക്കാം, കുഴപ്പമില്ല. ഇനി ഇതൊന്ന് ഡ്രൈ ആയി വരട്ടെ. പിന്നെ ഈ സ്റ്റേജിൽ ഉപ്പ് മതിയോന്നൊന്ന് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കുക. ഉപ്പ് പോരാത്തതുകൊണ്ട് ഞാൻ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഏകദേശം ഇത്രയും കൂടെ ഉപ്പ് വേണ്ടി വരും. പിന്നെ അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കണം കേട്ടോ. എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇതിന് അത്യാവശ്യം എരിവുണ്ടാവും. നിങ്ങൾക്കപ്പോൾ ഇത്ര എരിവ് വേണ്ട തോന്നുകയാണെങ്കിൽ മുളക് പൊടിയും അതുപോലെ കുരുമുളക് പൊടിയൊക്കെ കുറയ്ക്കുക.
ഇതിനിപ്പോൾ ഏകദേശം കുരുമുളകാണ് കുറച്ച് മുന്നിൽ നിൽക്കണം. അതുപോലെ മല്ലിയുടെ ഫ്ലേവറായിരിക്കും നിൽക്കുന്നുണ്ടാവാം. ഞാനിപ്പോൾ മല്ലിയിൽ ഇട്ടിട്ടില്ല. മല്ലിയിൽ ഇട്ട് കഴിഞ്ഞാൽ ആ മല്ലിയുടെ ഫ്ലേവറും കൂടെ വരും. ഇനി ഞാൻ ഫ്ലെയിം ലേശം ഒന്ന് കൂട്ടി കൊടുക്കണം കേട്ടോ. ഇപ്പോൾ ചിക്കൻ തോരൻ ശരിക്കും പറഞ്ഞാൽ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ചും കൂടെ നല്ലോണം കറിവേപ്പില ഇട്ട് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ മല്ലിയില നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് ചേർക്കാം. ഞാൻ പക്ഷെ ഒരുപാടൊന്നും ചേർത്തിട്ടില്ല, കുറച്ച് ചേർത്തിട്ടുള്ളൂ. പിന്നെ ഞാനൊരു 2 തണ്ട് പുതിന ചേർക്കുന്നുണ്ട്. പുതിനയുടെ ഫ്ലേവർ ഇഷ്ടമില്ലാത്ത ആൾക്കാർ അത് ചേർക്കണ്ട കേട്ടോ. നിർബന്ധമൊന്നുമില്ല പുതിന. ഇത് ഫ്ലേവറിന് വേണ്ടി നമ്മൾ ചെയ്യുന്നതാണ്. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യുക. ഒരുപാട് വലിയ വലിയ തണ്ടൊക്കെ ഉണ്ടെങ്കിൽ എടുത്ത് കളഞ്ഞോളൂ കേട്ടോ. ഇല്ലെങ്കിൽ നമുക്ക് ഇളക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാവും. കാണാൻ തന്നെ നല്ല ഉഗ്രനായിട്ടില്ലേ. ഇനി ഇതിലേക്ക് ലാസ്റ്റ് ഒരു ടിപ്സും കൂടി ഉണ്ട്. അവസാനം ഒരു 2 ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. അതായത് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. മതി. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യണം കേട്ടോ. നിങ്ങൾ കളറിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആൾക്കാരാണെങ്കിൽ പെപ്പർ പൗഡർ കുറച്ചിട്ട് കാശ്മീരി ചില്ലിയുടെ പൗഡർ 2 സ്പൂൺ ചേർക്കുക. എന്നിട്ട് പെപ്പർ പേരിന് ഒരു 1/4 ടീസ്പൂണൊക്കെ ചേർത്താൽ മതി. എന്നെ സംബന്ധിച്ചോളം ടേസ്റ്റാണ് ഇമ്പോർട്ടൻറ്റ്, കളറെല്ലാം ഇമ്പോർട്ടൻറ്റ്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്ത് കേട്ടോ. ഞാൻ പക്ഷേ മല്ലിപ്പൊടി ചേർത്തിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 1/4 ടീസ്പൂണൊക്കെ മല്ലിപ്പൊടി ചേർക്കാം. അതും നിങ്ങളുടെ ചോയ്സാണ്. അപ്പോൾ നമ്മുടെ ചിക്കൻ തോരൻ റെഡിയായി. ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന്. ഉഗ്രൻ. നമുക്കാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ആ തേങ്ങ കൊത്ത് കടിക്കാൻ കിട്ടുന്നുണ്ട്. അതുപോലെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചതച്ചിട്ടല്ലേ ഇട്ടിരിക്കണം. അപ്പോൾ ലേശമൊക്കെ ആ മസാലയൊക്കെ പിടിച്ച ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ കിട്ടുമ്പോണ്ടല്ലോ, ആഹാ എന്താ ടേസ്റ്റ്. ഞാൻ കുറച്ചും കൂടെ എടുത്ത് കഴിക്കട്ടെ. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന പുതിയ റെസിപ്പീസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. നിങ്ങൾ ഈ റെസിപ്പി യൂട്യൂബിലാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്യാണെന്നുണ്ടെങ്കിൽ ഞാൻ ഉണ്ടാക്കുന്ന പുതിയ റെസിപ്പീസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അതുപോലെ നിങ്ങൾ ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾ ഹെലോയിലോ ഷെയർ ചാറ്റിലോ ആണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു സോ മച്ച്. അപ്പോൾ നാളെ ഒരു പുതിയ റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ, ടേക്ക് കെയർ.